നമ്മളൊരു സമയത്ത് നമുക്ക് കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് വിഷമങ്ങൾ ചിലപ്പോൾ നമുക്ക് സഹിക്കേണ്ടി വരും. അപ്പം നമുക്ക് തോന്നും ഇനി ആരുമില്ലല്ല, ഒറ്റപ്പെട്ടു പോയല്ല ഭഗവാനെ, എന്തു ചെയ്യും, എങ്ങനെ ഇതിൽ നിന്നൊക്കെ കരകയറ്റും, എങ്ങനെ കര കയറും. മനസ്സിന് പ്രയാസങ്ങളാകുമ്പോൾ നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെടും അല്ലേ. അപ്പോഴൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മക്കളോടായാലും ഭർത്താക്കന്മാരോടായാലും നമ്മുടെ വേണ്ടപ്പെട്ടവരോടായാലും നമ്മുടെ അടുത്തുള്ളവരോടായാലും ബന്ധുക്കളോടായാലും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതിനൊന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പരാതികളോ വിഷമങ്ങളോ അവളങ്ങനെ പറഞ്ഞില്ല എന്നുള്ള വിഷമങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു. അപ്പം നമ്മൾ ആരെ കൂട്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഭഗവാനെ. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യണം. എല്ലാം അത് നമ്മുടെ ഭഗവാനോട് നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ നമ്മൾ ഭഗവാന്റെ അടുത്തൊന്ന് ഇറക്കി വെച്ച് നോക്കിക്കേ. നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഒന്ന് ഭഗവാനോട് പറഞ്ഞു നോക്കിക്കേ. മനസ്സ് ശുദ്ധമാകും, മനസ്സിലെ ഭാരങ്ങളൊക്കെ കുറയും. അതറിയാം. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല വശങ്ങളും പറയും, പൊട്ട വശങ്ങളും പറയും, ചീത്ത വശങ്ങളും പറയും, സഹിക്കാൻ പറ്റാത്തതൊന്നും നമുക്ക് കേൾക്കേണ്ടി വരും. ആ സമയം നമ്മുടെ ഭഗവാനോട് നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആരോടും പറയാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ഭഗവാനോട് പറഞ്ഞു നോക്കിക്കേ. അതിന് നമുക്ക് മനസ്സിന് ധൈര്യവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും നമ്മുടെ എന്തോരം പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഭഗവാന്റെ കാൽക്കൽ അത് സമർപ്പിച്ച് നോക്ക്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം നമുക്കുണ്ടാവും. മനഃശക്തിയും ധൈര്യവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാവും. ഒന്നിൽ നിന്ന് ഒളിച്ചോടാതെ. ചിലവർ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവമേ ഈ ഭൂമിയിൽ നിന്നോ അങ്ങനെയെങ്കിലും ഒളിച്ചോടണം എന്നൊക്കെ വിചാരിക്കും. ആ നേരം നമ്മൾ 10 മിനിറ്റെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കുന്ന ഭഗവാനോട്, അതായത് ദേവിയായോടായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുണയായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ ഭഗവാനോട് നമ്മൾ പറഞ്ഞു നോക്കിക്കേ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് കേട്ടോ. ശരിയല്ലേ?